ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ ദുആ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, പുണ്യ നബി തങ്ങളെക്കുറിച്ച് സ്വഹാബിമാര് പറയുമായിരുന്നു, കാന യുഅല്ലിമുനാ, ഹബീബായ നബി തങ്ങൾ ഇസ്തിഖാറത്തിന്റെ ദുആ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഅലമു വലാ അഅലം വതഖ്ദിറു വലാ അഖ്ദിറു വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്റെ അപാരമായ ഇൽമിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, എനിക്ക് നീ തെരഞ്ഞെടുത്തു തരണം, ഇഖ്തിയാർ നീ ചെയ്യണം റബ്ബേ. എനിക്കെന്താണ് ഖൈറ് എന്ന് എനിക്കറിയൂല റബ്ബേ, നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഖൈറായത്. അങ്ങനെ ചോദിക്കാവൂ. നമ്മൾ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, കാരണം ഞാൻ അറിവില്ലാത്തവനാണ്. അല്ലാഹുവേ, എല്ലാം അറിയുന്നവൻ നീയാണ്. അള്ളാഹുവിന് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ്. കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ടായവരാണ്, നാളെ ഇല്ലാത്തവരാണ്. അള്ളാഹു ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ്. അള്ളാഹു ഖാലിഖുൽ വഖ്തി, ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന ഈ സമയം ഇല്ലാതിരുന്നപ്പോഴും അള്ളാഹു ഉണ്ട്. വകാൻ, അള്ളാഹു അന്നുമുണ്ട്. വലാ യസാലു യകൂൻ, അള്ളാഹു എന്നും ഉണ്ടാകുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലാം ഒരുപോലെയാണ്, പെർഫെക്റ്റ് ആണ്. എല്ലാം അറിയുന്നവനെ റബ്ബേ, നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഹബീബായ നബി ഞങ്ങൾ ദുആ ഇറക്കാൻ പഠിപ്പിച്ചു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, റബ്ബേ നീ എനിക്ക് കഴിവ് തരണമേ. എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത്, നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയുമുള്ളത്. വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ്. ഫഇന്നക തഅലമു വലാ അഅലം, നിനക്കറിയാം എനിക്കറിയില്ല റബ്ബേ. വതഖ്ദിറു വലാ അഖ്ദിർ, നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനായ സർവജ്ഞനായ അല്ലാഹുവേ. ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വദുനിയായ വആഖിബതി അംരി വആജിലിഹി വആജിലിഹി, പടച്ചവനെ, ഞാൻ ഈ മുന്നിടുന്ന വിഷയം, എൻ്റെ കോഴ്സ്, എൻ്റെ യൂണിവേഴ്സിറ്റി, എൻ്റെ കച്ചവടം, എൻ്റെ മകളുടെ വിവാഹം, എൻ്റെ വീടിൻ്റെ തുടക്കം, എൻ്റെ കച്ചവടത്തിൻ്റെ ആരംഭം, എന്തോ ആകട്ടെ, ഞാൻ ഈ മുന്നിടുന്ന വിഷയം, ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി, ഇതെനിക്ക് ഖൈറാണെന്നാണ് റബ്ബേ നിന്റെ അറിവിലുള്ളത് എങ്കിൽ, ഫീ ദുനിയായ, ഈ ദുനിയാവിലും, വആഖിബതി അംരി വആജിലിഹി വആജിലി, ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്കിത് ഗുണമാണെങ്കിൽ, ഫഖ്ദുറുഹു ലീ, അതെനിക്ക് സാധ്യമാക്കി തരണേ. വയസ്സിറുഹു ലീ, അതെനിക്ക് എളുപ്പമാക്കി തരണേ. അല്ലാഹുവേ, നീ വഖ്ദുർ ലിയൽ ഖൈറ ഹൈസു കാൻ, പടച്ചവനെ എവിടെയാണെങ്കിലും എനിക്ക് നീ നന്മ വരുത്തേണമേ. വഇൻ കുൻത തഅലം അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വദുനിയായി, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും, ആജിലി അംരി വആജിലിഹി, ഈ ലോകത്തും പരലോകത്തും ഞാൻ ഈ മുന്നിടുന്ന വിഷയം എനിക്ക് ഉപദ്രവമാണെങ്കിൽ, ഫസുരിഫുഹു അന്നി, എന്നിൽ നിന്ന് അതിനെ തട്ടിമാറ്റണമേ. വസുരിഫിനി അൻഹു, എന്നെ അതിൽ നിന്ന് മാറ്റിത്തരണമേ. വഖ്ദുർ ലിയൽ ഖൈറ ഹൈസു കുൻത്, ഞാൻ എവിടെയാണെങ്കിലും റബ്ബേ എനിക്ക് ഖൈർ തരണമേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിത് ഇപ്പൊ വേണം. പടച്ചവനെ, ജോലിക്ക് വിളിച്ചു, PSC വിളിച്ചു, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, പബ്ലിഷ് ചെയ്തു. എൻ്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട്, എന്നെ വിളിച്ചില്ലല്ലോ. പേടിക്കരുത്, ഭയപ്പെടരുത്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ فورب السماء والأرض إنه لقسم مثل ما أنكم تنطقون.
അള്ളാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത്, എന്ത് നിങ്ങൾക്കാവില്ല എന്ന് അല്ലാഹു ജല്ല ജലാലു ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്നും മരിക്കുകയില്ല. അന്ന ജിബ്രീൽ അലൈഹിസ്സലാം നഫത ഫീ റൗഇ, ജിബ്രീൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു. ഏതൊരു നഫ്സും ആ നഫ്സിന് കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല. മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും, അതിലൊരിഞ്ച് പോലും കുറയില്ലെന്നും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധൃതിപ്പെടരുത്. ഇന്ന ഫീക ഖസുലതൈൻ, അശജ്ജ അബ്ദ് ഖൈസേ, നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്. യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, ആ രണ്ട് സ്വഭാവം അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു, ഒന്ന് സഹനമാണ്. വൽ അനാഹ്, രണ്ടാമത്തേത് അവധാനതയാണ്. അവധാനതയാണ്, കാര്യങ്ങളെ കരുതലോടെ സൂക്ഷ്മതയോടുകൂടെ സമയമെടുത്ത് ചെയ്യുക എന്നതിനാണ് അനാത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. ക്ഷമിക്കാൻ കഴിയാതെ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം നീനവക്കാരിൽ നിന്ന് ഓടിപ്പോയത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സയ്യിദനാ യൂനുസ് ഇബ്നു മത്തായുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം നീനവ എന്ന് പറയുന്ന ഇറാഖുകാരനാണ്. ഇറാഖിൽ വന്ന നബിയാണ്. ത്വായിഫിൽ ഒരു അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്തീയ അടിമയെ നബി തങ്ങൾ കണ്ട ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ത്വായിഫിലേക്ക് ചെന്നപ്പോ അവിടുത്തെ ആളുകൾ ഹബീബിനെ കല്ലെടുത്തെറിഞ്ഞോടിച്ചപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖർനു തആലിബിൽ വന്ന് കാലിലെ ചോര ഒലിക്കുന്ന രംഗം കണ്ട് വേദനിച്ച് തളർന്ന് കിതച്ച് വിഷന്നരായി ദുഃഖിതരായി നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരൽപ്പം മുന്തിരിയുമായി കടന്നു വന്ന അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരനായ മനുഷ്യൻ പുണ്യനബി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലി ആ ഭക്ഷണം കഴിച്ചപ്പോ അദ്ദാസ് ചോദിച്ചു, ഇത് ഏതാണ് ഈ വാക്ക്, നിങ്ങൾ എന്താണ് ഈ ചൊല്ലുന്നത്? ഈ നാട്ടുകാരും ഇങ്ങനെ പറയാറില്ലല്ലോ. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദാസ്. എവിടുത്തുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. ഇറാഖിലെ നീനവക്കാരനാണോ? യൂനുസ് ഇബ്നു മത്തായുടെ നാട്ടുകാരനാണോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. അപ്പോ അദ്ദാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ യൂനുസ് ഇബ്നു മത്തായെ എങ്ങനെയാണ് നിങ്ങൾക്കറിയുന്നത്? പറഞ്ഞു, പ്രവാചക ശൃംഖലയിലെ എൻ്റെ സഹോദരനാണവർ. അവര് നബിയായിരുന്നു, ഞാനും നബിയാണ് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തി. അങ്ങനെ ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച മഹാനായ അദ്ദാസ് റളിയല്ലാഹു അൻഹുവിന്റെ നാടാണത് നീനവ. നീനവയിൽ യൂനുസ് അലൈഹിസ്സലാം വന്നു. യൂനുസ് നബിയുടെ മഖാമുകൾ കാണുന്നത് ഫലസ്തീനിലാണ്. മഖാമുകളുണ്ട്, ദരീഹുണ്ട്, മഖാമുകളുണ്ട്. മഖാം എന്ന് പറയുന്നിടത്ത് അവര് ഇബാദത്തിനിരുന്ന സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. ഇപ്പൊ ഫലസ്തീനിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ ഖാൻ യൂനുസ് എന്നിങ്ങനെ കാണും. യൂനുസ് അലൈഹിസ്സലാം ഇബാദത്തിനിരുന്ന സ്ഥലമാണത്. ഫലസ്തീനിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ യൂനുസ് നബിയുടെ ഒരു മഖാമ് കാണും. അവിടെ ഖബറില്ല, അവിടെ അവരുടെ ശരീരം, മഹാനവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലമല്ല അത്. പക്ഷെ ഖബർ പോലെ കാണിക്കും, അത് മഖാമാണ്. ഖബർ കിടക്കുന്നത് യാഫയിലാണ്. യൂനുസ് അലൈഹിസ്സലാം ആ ഒരു പ്രദേശത്തുകാർക്ക് വെളിച്ചമായി വന്ന അള്ളാഹുവിന്റെ റസൂൽ. ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, നാട്ടുകാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു കൊടുത്ത ആളുകൾ സ്വീകരിക്കാതെ വരുമ്പോ നിരാശ വരും. യൂനുസ് നബിക്ക് നിരാശ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ യൂനുസുൻ റസൂലുള്ളാഹ്. അന്നത്തെ ഷഹാദത്ത് അങ്ങനെയാ.
യൂനുസ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. അന്ന് നബിതങ്ങളില്ലല്ലോ, യൂനുസ് നബിയാണ് അന്നത്തെ റസൂൽ. അപ്പൊ ആ കാലഘട്ടത്തിലെ റസൂൽ ആരോ അവരായിരിക്കും അവർ പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്. ഇബ്രാഹിം നബിന്റെ കാലക്കാർ അങ്ങനെയാ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഈസ റസൂലുള്ളാഹ്. ഈസ നബിയുടെ ആളുകൾ അങ്ങനെയാ പറയേണ്ടത്. യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോയി. കല്ലുകളെ ആരാധിക്കുന്ന, രൂപങ്ങളെ, ശില്പങ്ങളെ ആരാധിക്കുന്നവരോട് നിങ്ങളെ പടച്ച തമ്പുരാൻ, ഈ പ്രപഞ്ചം പടച്ച റബ്ബ് പ്രപഞ്ചത്തിന് അതീതനാണ്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണപ്പെടുന്നവനല്ല, സർവശക്തനാണവൻ. ആ റബ്ബാണ് ജനനവും മരണവും നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത്? ഇത്ര എളുപ്പമുള്ള വിഷയം എന്തുകൊണ്ട് മനസ്സിലാവില്ല, എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന നിരാശയിൽ മഹാനായ യൂനുസ് അലൈഹിസ്സലാം കപ്പൽ കയറിപ്പോയതാണ്. ചരിത്രം നമുക്കറിയാലോ. കടലിലേക്ക് എറിയപ്പെട്ടതും വലിയൊരു മത്സ്യം വന്ന് വിഴുങ്ങിയതും ദേഷ്യപ്പെട്ട് മഹാനായ യൂനുസ് അലൈഹിസ്സലാം നീനവ കടന്ന് മഹാനവറുകൾ കപ്പൽ കയറിപ്പോയി. അല്ലാഹുവിന്റെ ഒരു അനുമതിക്ക് കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടായില്ല. എന്തേ അവർ തൗഹീദ് സ്വീകരിക്കാത്തത്? ഇനിയും ഞാൻ ഇവരുടെ കൂടെ നിന്നാൽ അല്ലാഹുവിന്റെ അദാബ് വരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് നാടുവിടാണ്. പക്ഷെ അല്ലാഹുവിന്റെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. നൂനിന്റെ ആൾ യൂനുസ് അലൈഹിസ്സലാം. നൂൻ എന്നാൽ മത്സ്യം എന്നും അർത്ഥമുണ്ട്. നൂൻ, നമ്മളിവിടെ നൂൻ പ്രൊജക്ട് അതല്ല കേട്ടോ, നറിഷിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നീഡി പേഴ്സൺസ്. ആവശ്യക്കാർക്ക് അവസരങ്ങളും അവരുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു സംരംഭമാണിത്. ഇൻഷാ അല്ലാഹ്. തൊഴിലില്ലായ്മ രഹിത മഹല്ല്, ഒരു വലിയ വിചിത്രമായ ഒരു ക്യാപ്ഷനാണിത്, വളരെ മനോഹരമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റിസ്ക് ഒരു വിഷയമാണ്. റിസ്ക്കിന്റെ മാർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റു പല സോഷ്യൽ അനാർക്കി അതിൻ്റെ പിന്നിലൂടെ കടന്നു വരും. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മഹല്ലിനെ അള്ളാഹു സുദൃഢമായി കാത്തു രക്ഷിക്കട്ടെ, എല്ലാ മഹല്ലുകളെയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് നമ്മുടെ നൂൻ. ഖുർആൻ ഒരു നൂൻ പറഞ്ഞു, വദന്നൂൻ. പിന്നെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, സൂറത്തുൽ ഖലമിലൊരു നൂനുണ്ട്. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه. نقدر عليه എന്ന് പറഞ്ഞാൽ കുടുസാവുക. റിസ്ക് കുടുസാവുക എന്ന് പറയില്ലേ, ഖുദിറ അലൈഹി ഫലൻ നഖദിറ അലൈഹി വظن أن لن نقدر عليه. യൂനുസ് നബി അല്ലാഹുക്ക് കിട്ടൂല എന്ന് തോന്നി, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അല്ലാഹു യൂനുസ് അലൈഹിസ്സലാമിനെ കാര്യങ്ങൾ ഞെരുക്കമാക്കി കൊടുക്കുമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം എന്തേ ചിന്തിക്കാതെ പോയത്? وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച്, നീലത്തിമിംഗലമല്ല, ആംബർ തിമിംഗലം എന്ന് പറയും, ദ ആംബർ വെയിൽ. അതിനാണ് മനുഷ്യന് വിഴുങ്ങാനുള്ള തൊണ്ടയുള്ളത്. അതായിരിക്കണം അല്ലാഹു അലം. അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രത്യേകമായൊരു ഒരു മറൈൻ സ്പീഷീസ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയിരിക്കണം. ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇരുളിന്റെ രാത്രിയുടെ കടൽ, തിരമാലകളുടെ കടലിന്റെ അടിത്തട്ടിലിന്റെ ഖനീഭവിച്ച ഇരുട്ടുകൾക്ക് മേൽ ഇരുട്ട്. അവിടെ വെച്ച് ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻസ്. അല്ലാഹുവേ, ആരാധനക്കർഹനായവൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. സുബ്ഹാനക, നീ ഏറ്റവും വലിയ പരിശുദ്ധനാണ് റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു റബ്ബേ, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്യുന്നു യൂനുസ് അലൈഹിസ്സലാം. ആ ദുആ കാരണം അല്ലാഹു കരയിലേക്ക് മത്സ്യത്തെ കൊണ്ടുവന്നു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ
മഹാനവറുകൾ പോയതിനേക്കാളും മെച്ചമുള്ളൊരു സമുദായമായിട്ടാണ് കാണുന്നത്. അള്ളാഹു തൗബ സ്വീകരിച്ചു, മഹാനവറുകളെ അള്ളാഹു സ്വീകരിച്ചു, അവരുടെ പശ്ചാത്താപം അള്ളാഹു കബൂൽ ചെയ്തു. മഹാനവറുകൾ ചെന്നു നോക്കുമ്പോൾ 100,000 അതിലേറെയോ വിശ്വാസികൾ നീനവ എന്ന ആ ഒരു ഗ്രാമത്തിൽ തന്നെയുണ്ട്. ക്ഷമയില്ലാതെ പോയ ഒരു അവസ്ഥയെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രബോധകന്മാർക്ക് നല്ല ക്ഷമ വേണ്ടി വരും, നല്ല ക്ഷമ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിൽ ഖൈറു ചെയ്യട്ടെ, അള്ളാഹു നന്മ ചെയ്യട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ മനസ്സിനെ അള്ളാഹു എന്നും ഒരുമയിലും സ്നേഹത്തിലും ഒരേ മനസ്സായി അള്ളാഹു നിലനിർത്തി തരട്ടെ. ചിലപ്പോഴെങ്കിലും പൊതുപ്രവർത്തകർക്ക്, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നിരാശ വരും. ഇതെന്താ പറഞ്ഞു കൊടുത്തിട്ട് നന്നാവാത്തത്, എന്താ ഈ വീറും വാശിയും, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങള് എന്നിങ്ങനെ തോന്നിയിട്ട് മനസ്സിനൊരു മടുപ്പ് വരിക സ്വാഭാവികമാണ്. പക്ഷെ മടുപ്പ് വരാൻ പാടില്ല. അള്ളാഹു ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കും. എല്ലാം ശരിയാവും, എല്ലാം റാഹത്താകും എന്നു തന്നെയാണ് വിചാരിക്കേണ്ടതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാക്കി തരട്ടെ. വകാനൽ ഇൻസാനു അജൂലാ, മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്ന ക്ഷമ കുറഞ്ഞ ആളാണല്ലോ. ക്ഷമ വേണം, ക്ഷമ വലുതാണ്. ക്ഷമയില്ലാത്തതിന്റെ പേരിൽ നാവിൽ നിന്ന് തൊലാഖിന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടു പോയിട്ട് 3 തൊലാഖും എന്ന് ഉച്ചരിച്ചു പോകും ഭാര്യയോട് ദേഷ്യം പിടിക്കുമ്പോ. എന്നിട്ട് പിന്നെ ഉസ്താദുമാരെ തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു ഉസ്താദ് ഇത് ഹലാലാക്കി തരുമോ, ഇത് 3 ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന വല്ല മസലയുണ്ടോ? അക്ഷമ കൊണ്ടുവരുന്നതാണത്, ക്ഷമയില്ലായ്മ കൊണ്ട്. അവധാനത, ഹിൽമില്ലാത്തതിന്റെ പേരിൽ ദേഷ്യമുണ്ടോ, മിണ്ടാണ്ടിരിക്കാനാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചീത്ത പറയുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലുന്ന ആളുകളെ. നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ നിയമം കൊണ്ട് കളിക്കുകയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇബ്നു അബ്ബാസ് ഇബ്നു അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ഓടി വരും. എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട്. വമാദാ യസ്നഉ ഇബ്നു അബ്ബാസ്, ഞാൻ എന്തു ചെയ്യാനാണ്? നിങ്ങൾ ഓരോരുത്തരും യൽഅബു ബിഹമാഖതിഹി, ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചിട്ട് 1 തൊലാഖ് ചൊല്ലേണ്ട അടുത്ത് 3 ചൊല്ലിക്കളയും. എന്നിട്ട് നിങ്ങൾ കരഞ്ഞു നടക്കുകയാണ്. എൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചിട്ട് എന്തുകൊണ്ട് അവിവേകം ചെയ്തു എന്ന് മഹാൻ ചോദിക്കുകയാണ്. 3 ചൊല്ലിയ 3 ആവും, പക്ഷേ 1 ചൊല്ലാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 എന്നല്ലാതെ ഒറ്റയടിക്ക് ധൃതി പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് എത്രയെത്ര കുടുംബങ്ങൾ അനാഥമാകുന്നത്, എത്ര മക്കള് അനാഥമാകുന്നു, എത്ര വിധവകളാകുന്നു. മനുഷ്യന്റെ ദേഷ്യപ്പെടൽ. അതുകൊണ്ട് മഹാന്മാർ പറയും, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ തൊലാഖ് എന്ന വാക്കിനെ ഒരു പെട്ടിയിലാക്കി പൂട്ടി താക്കോലിട്ടിട്ട് കടലിന്റെ നടുവിൽ കൊണ്ടുപോയി എറിയണം. അത് പിന്നെ എടുത്തുകൊണ്ടുവരരുത്, നാവിൽ ഒരു കാരണവശാലും അത് വരരുത് എന്ന് പറയാറുണ്ട് മഹാന്മാർ. മനുഷ്യൻ ദേഷ്യം പിടിക്കുമ്പോൾ പിശാച് മനുഷ്യന്റെ തലയിൽ കയറി കളിക്കും, സ്വാഭാവികമാണ്. ശാപവാക്കുകൾ വന്നു പോകും. ബത്നുബുവാത്ത് എന്ന് പറയുന്ന ഗസ്വയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഗസ്വത്തു ബത്നുബുവാത്തിൽ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് ഒരു ഒട്ടകപ്പുറത്തുണ്ട്. ആ പെണ്ണ്, അവരുടെ ഒട്ടകം എണീക്കാൻ ഇച്ചിരി പ്രയാസം, നടക്കുന്നില്ല. ആ ഒട്ടകത്തെ അടിച്ചു. ആ ഒട്ടകം മെല്ലെ അനങ്ങുന്നത്. അപ്പൊ പെണ്ണിന് ദേഷ്യം വന്നു. ഇംഷി അൻത മൽഊൻ, നടക്കൊട്ടകമേ നീ ശപിക്കപ്പെട്ട ഒട്ടകമാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞുപോയി. അത് കേൾക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആരാണ് ആ വാക്ക് പറഞ്ഞത്? ആ പെണ്ണാണ് നബിയെ. അവളോട് ഒട്ടകപ്പുറത്ത് ഇറങ്ങാൻ പറയണം. ഇറങ്ങാൻ പറഞ്ഞു. അവളുടെ സാധനങ്ങളെല്ലാം താഴെയിറക്കാൻ പറയണം. ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഇനി നമ്മളുടെ കൂടെ യാത്ര ചെയ്യരുത്. ആ ഒട്ടകം ശപിക്കപ്പെട്ടു പോയി, അവളുടെ വാക്ക് കാരണം. ഇനി ആ ഒട്ടകത്തെ ഉപയോഗിക്കേണ്ട, അതിനെ അഴിച്ചുവിട്ടേക്കൂ എന്ന് പറയുകയും ആ പെണ്ണിന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തങ്ങൾ പറയുമായിരുന്നു, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. വലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ ദുആ ചെയ്തു പോകരുത്. വലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ ബൈക്ക്, നിങ്ങളുടെ കാറ്, വാഹനം എന്തോ ആകട്ടെ, അത് ലക്ഷണം കെട്ടതാണെന്ന് പറയാ, അങ്ങനെയൊന്നും പറയരുത്. ഫഇന്നഹു ലാ തുവാഫിഖു സാഅത ഇജാബത്തിൻ, ഒരുപക്ഷേ അല്ലാഹു തആല ഇജാബത്ത് നൽകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളുടെ വാക്കുകളെ അങ്ങ് സ്വീകരിച്ചു പോയേക്കും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളാ ചോദിച്ചത് സംഭവിച്ചേക്കും. അതുകൊണ്ട് ആരും അവനവൻ്റെ മക്കൾക്കെതിരെ, അവനവൻ്റെ സമ്പത്തിനെതിരെ, അവനവനെതിരെയും മോശപ്പെട്ട പ്രാർത്ഥനകൾ ധൃതി പിടിച്ച് പറഞ്ഞു പോകരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ വേദനയുള്ള ഒരു അനുഭവമുണ്ട്. സഅദ് തങ്ങളുടെ വീട്ടിലേക്ക് സ്വഹാബിമാർ വന്നപ്പോൾ 25 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൾ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ 25 വയസ്സുള്ള മകള് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഹൈറ്റേ ഉള്ളൂ. ആ കുട്ടി ഇങ്ങനെ മുമ്പിലൂടെ നടക്കുമ്പോൾ, സഅദേ ഇത് ഏതാണ് ചെറിയൊരു കുട്ടി എന്ന് ചോദിച്ചു. ഇങ്ങനെ ചെറിയൊരു മോളുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. 20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണിത്. ഞാൻ വുദൂ ചെയ്യുമ്പോ അന്ന് 5 വയസ്സുണ്ടായിരുന്ന എൻ്റെ ഈ മകൾ, ഞാൻ വുദൂ എടുക്കുന്ന മൺപാത്രം തട്ടുകയും അത് പൊട്ടിക്കുകയും ചെയ്തപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഖതഅല്ലാഹു സിന്നകി, നിങ്ങളുടെ നിന്റെ വയസ്സിനെ അള്ളാഹു മുറിച്ചു കളയട്ടെ എന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയപ്പോൾ ആ പെൺകുട്ടിയെ അന്നത്തെ അതേ വയസ്സിൽ അള്ളാഹു നിലനിർത്തി കളഞ്ഞുപോയി. ആ കുട്ടി പിന്നെ വലുതായിട്ടില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയത് എൻ്റെ കുഞ്ഞിൽ ഫലിച്ചതാണ് കാണുന്നത്. ഇത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുതിർന്ന മോളാണ്. പക്ഷേ അന്ന് കണ്ട 5 വയസ്സിലേറെ ഈ കുഞ്ഞിൻ്റെ വയസ്സിന് വളരരുത് എന്ന ഒരു അർത്ഥമുണ്ട് ആ വാക്കിന്. ഖതഅല്ലാഹു സിന്നകി, നിന്റെ ആയുസ്സിനെ അവിടെ അല്ലാഹു മുറിച്ചു കളയട്ടെ എന്ന്. അവിടെ അങ്ങ് നിന്നുപോയതാണ്. ആ കുട്ടി പിന്നെ ഹൈറ്റ് വെച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചതും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ വേണ്ടാത്തതും ചോദിച്ചു വാങ്ങുന്നുണ്ടല്ലോ അല്ലാഹുവിനോട്. വേണ്ടാത്തത് ചോദിച്ചു വാങ്ങാണ് ഇവിടെ. അത് നിങ്ങൾ ചെയ്യരുതേ. മനുഷ്യൻ ധൃതിപ്പെടുന്നവനാണ്, വല്ലാതെ ധൃതിപ്പെടുന്നവനാണ്. ഒരവധാനതയോടുകൂടെ കാര്യം ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ഒരു നേരത്തെ ദേഷ്യത്തിനോ ഒരു നേരത്തെ ആവേശത്തിനോ അടിമയായി പറയാൻ പാടില്ലാത്തത് പറയുകയോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത് പ്രാർത്ഥിച്ചു പോവുകയോ ചെയ്യുന്നത് അപകടമാണ്. ലാ തദ്ഉ അലാ അൻഫുസിക്കും വലാ അലാ ഔലാദിക്കും വലാ അലാ അംവാലിക്കും. നിങ്ങൾക്കെതിരായോ നിങ്ങളുടെ മക്കൾക്കെതിരായോ സമ്പത്തിനെതിരായോ നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. ആ പ്രാർത്ഥിക്കുന്ന സമയമെങ്ങാനും ഇജാബത്തിന്റെ നേരമാണെങ്കിൽ അല്ലാഹു ആ പറഞ്ഞതിനെ അങ്ങനെ സാധിപ്പിച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനൽ ഇൻസാനു അജൂലാ. മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്ന ആളാണല്ലോ. അവധാനത എന്താ കാണിക്കാത്തത്? മനുഷ്യൻ എന്താണ് ചിന്തിക്കാത്തത്? മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയാണ് ചോദിച്ചത്, മൂസാ നബിയെ, ഭൂമിയിൽ അങ്ങയേക്കാളും അറിവുള്ള ഒരാളിന് വേറെയുണ്ടോ? മൂസാ അലൈഹിസ്സലാമിന് അറിവില്ലായിരുന്നു. ഖിദ്ർ അലൈഹിസ്സലാം എന്ന ലദുന്നിയായ ഇൽമുള്ള അല്ലാഹു നേരിട്ട് ഇൽമു നൽകുന്ന ഒരു മലക്കിൻ്റെയോ ഒരു പ്രവാചകന്റെയോ ഒരു സഹായമില്ലാതെ അല്ലാഹു ഖൽബുകളിലേക്ക് ഇൽമിന്റെ വെളിച്ചമെറിഞ്ഞു കൊടുക്കുന്ന ലദുന്നിയായ ഇൽമുള്ള ആളുകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് മഹാനവറുകൾക്കറിയില്ലായിരുന്നു. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അറിവുള്ള ആൾ. കാരണം അവർ റസൂലാണ്, ഖലീമുല്ലാഹിയാണ്, അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്.
തൗറാത്ത് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന, ജൂതന്മാര് വിളിക്കുന്ന വിശുദ്ധമായ തൗറാത്തിന്റെ ആ ഒരു സത്യസന്ധമായ ഗ്രന്ഥം മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ശരിക്കും പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പൊ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആള്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസ നബിയേ, നിങ്ങൾ എൻ്റെ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ കൂടെ നിങ്ങൾ യാത്ര പോകണമെന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര ചെയ്യാൻ പറഞ്ഞയച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഖിദ്ർ നബിയുടെ കൂടെ യാത്ര ചെയ്ത് മഹാനവറുകളുടെ കൂടെ ക്ഷമയോടെ നടന്ന് ഇൽമ് പഠിച്ചു വരാൻ വേണ്ടി അല്ലാഹു മൂസ നബിയെ പറഞ്ഞയച്ച രംഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഇൽമ് എന്ന് പറയുന്നത് ക്ഷമയോടുകൂടെ നേടിയെടുക്കാനുള്ളതാണ്. തൂലു സമാനിൻ ഇർഷാദു ഉസ്താദിൻ വതൂലു സമാനി. ഗുരുനാഥന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സമയമെടുത്ത് ആസ്വദിക്കേണ്ടതാണ് വൈജ്ഞാനിക യാത്രയെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽമിന് ക്ഷമ വേണം. നാട്ടിൽ കൂട്ടുകാരായ ആളുകളൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ പടച്ചവനെ എനിക്കതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് അറബി കോളേജിലും ദർസിലും പോകുന്ന മക്കൾക്ക് സങ്കടം തോന്നിയേക്കാം. ചിലപ്പോ അവർക്കൊക്കെ ലീവുണ്ട്, എനിക്ക് ലീവ് കിട്ടുന്നില്ലല്ലോ. അവരൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നല്ലോ, എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ. എനിക്ക് പഠിക്കാനുണ്ടല്ലോ, എനിക്കിത് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ. ഖത്റുന്നത മനപ്പാഠമാക്കാനുണ്ട്, ഖുർആൻ ഹിഫ്ദ് ചെയ്യാനുണ്ട്, അൽഫിയ ബൈത്ത് പഠിക്കാനുണ്ട്, മസ്അലകൾ പഠിക്കാനുണ്ട്, കൂടെ സ്കൂളിലും പോകണം. ഇതൊന്നും എന്നെ കൊണ്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ ഒരു വേള മക്കളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി ചോദിച്ച ചോദ്യം ഓർമ്മ വരണം. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. എൻ്റെ കൂടെ ക്ഷമയോടെ നിലകൊള്ളാൻ മൂസ നബിയെ നിങ്ങൾക്ക് കഴിയുമോ? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അഅസി ലക അംറാ. ഞാൻ ക്ഷമിക്കാം ഖിദ്ർ അലൈഹിസ്സലാം, ഞാൻ ക്ഷമിക്കാം. പക്ഷേ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ നിന്ന് അജലത്ത് സംഭവിച്ചു പോവുകയാണ്. അറിയാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള ലദുന്നിയായ ഇൽമ് മൂസ നബി അലൈഹിസ്സലാമിന് ഇല്ലായിരുന്നു. മൂസ നബിയുടെ കിതാബിന്റെ ഇൽമ് ഖിദ്ർ നബിയുടെ കയ്യിലില്ല. ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ഗൈബിയായ ഇൽമ് മൂസ നബിക്കും അറിയില്ല. രണ്ടും ഇൽമിന്റെ രണ്ട് തലങ്ങളാണ് എന്ന് വളരെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്ത ഭാഗമാണ് സൂറത്തുൽ കഹ്ഫ്. فوجد عبدا من عبادنا آتيناه رحمة من عندنا. മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന അഖബ കടലും മെഡിറ്ററേനിയൻ അഖബ കടലും അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും രണ്ട് കടലുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിന്റെ ഭാഗമായ ഷർമു ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെയാണ് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത് എന്ന് ചില ചരിത്ര നമ്മുടെ സമകാലികരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു അലം. മജ്മഉൽ ബഹ്റൈനിൽ മൂസ നബി അലൈഹിസ്സലാമിന് മഹാനവറുകളുടെ ഇൽമിന്റെ ആ ഒരു പരിധിക്കപ്പുറത്ത് നിൽക്കുന്ന അജ്ഞാനീയങ്ങളായ വിഷയങ്ങൾ അറിയുന്ന ഒരു മഹാജ്ഞാനിയായ നബിയുണ്ട്, ജീവിച്ചിരിപ്പുള്ള നബി. അതും വെള്ളത്തിൽ കടലിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായൊരു പ്രവാചകനെ, അത്ഭുതകരമായ ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായ അറിവുകളുടെ കലവറയായൊരു മഹാനെ അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളാണെങ്കിലും അവിടെ ക്ഷമിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ.
അവർ യാത്ര ചെയ്ത കപ്പൽ ഖിദ്ർ അലൈഹിസ്സലാം അതിന്റെ ഒരു പലകയെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഖാല അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ ഇംറാ. ഖിദ്ർ നബിയെ, എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്തത്. ഈ കപ്പലുകാരുടെ കപ്പലിന്റെ പലക നിങ്ങൾ പൊട്ടിക്കുകയോ? ഉടനെ ചോദിച്ചു, മൂസ നബിയെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കൂടെ ക്ഷമിച്ച് നിങ്ങൾക്ക് കൂടാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തത്വിഅ മഇയ സബ്റാ. പറഞ്ഞു, മൂസ നബിയുടെ ക്ഷമാപണം വന്നു. ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. എനിക്കൊരു മാപ്പ് നൽകണം, പറ്റിപ്പോയി, അതുകൊണ്ട് എന്നോട് പോകണമെന്ന് പറയരുത്, ഒരു അവസരം കൂടെ തരണം. മൂസ നബി അലൈഹിസ്സലാം യാചിച്ചു വാങ്ങി. മഹാനായ ഖിദ്ർ അലൈഹിസ്സലാമിൽ നിന്നൊരവസരം കൂടെ അവർ വീണ്ടും യാത്ര പോവുകയാണ്. ഇതിനിടക്ക് നമ്മളൊരു ഈത്തപ്പഴ ചാലഞ്ചുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായൊരു പാക്കറ്റിൽ ഒരല്പം ഈത്തപ്പഴം നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ മഹലിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് മഹൽ എംപവർമെൻറ്റ്, നമ്മുടെ തൊഴിലില്ലായ്മ രഹിത മഹലടക്കമുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം നമ്മുടെ ആതുര ശുശ്രൂഷകളും സേവനങ്ങളും സഹായങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു പാക്കറ്റ്, ഒരു മിനിമം ഒരു 100 രൂപയിൽ കുറയാതെ നിങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഈ പ്രവർത്തകരുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കൊടുത്താലും, എല്ലാവരും മഹല്ലുകാരാണല്ലോ അല്ലേ? ഓക്കെ, മുനവർ പറഞ്ഞ പിന്നെ കൊടുത്താലും മതി എന്നാണ്. അപ്പോൾ അത് വാങ്ങിച്ചു പോയിക്കോട്ടല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളത് വേണ്ട വിധത്തിൽ അത് സ്വീകരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാറക്കല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. യാത്ര പോവുകയാണ് അവർ. യാത്ര വീണ്ടും തുടർന്നു. ആ യാത്രയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം കുട്ടികളിൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ ഖിദ്ർ അലൈഹിസ്സലാം കഴുത്ത് ഞെരിച്ചു കൊന്നുകളയുന്നു. മൂസ അലൈഹിസ്സലാം ഇടപെട്ടു. ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്. നിരപരാധിയായൊരു ശരീരത്തെ, സംശുദ്ധമായൊരു ആത്മാവിനെ എന്തുകൊണ്ടാണ് ഖിദ്ർ നബിയെ നിങ്ങൾ ഞെരിച്ചമർത്തി കൊന്നത്? ലഖദ് ജിഅത ശൈഅൻ നുക്റാ. വളരെ മോശമായി പോയല്ലോ നിങ്ങൾ ചെയ്തത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. അതിനു മുമ്പ് പറഞ്ഞപ്പോ ഖാല അലം അഖുൽ ഇന്നക, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്. ഇപ്പൊ പറയുമ്പോ ഖാല അലം അഖുൽ ലക ഇന്നക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കഴിയൂല. നിന്നോട് എന്നൊരു ഗൗരവം ഈ രണ്ടാമത്തെ സംഭവത്തിൽ ഖിദ്ർ അലൈഹിസ്സലാം ലഖ എന്ന് ചേർത്തുകൊണ്ടാ പറയുന്നത്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. പറഞ്ഞു മൂസ നബി, ഒരവസരം കൂടെ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ കൂട്ടണ്ട. ചരിത്രം നിങ്ങൾക്കറിയുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പോകുന്നത് ആരുടെയോ വീഴാറായൊരു മതില്. ഖിദ്ർ അലൈഹിസ്സലാം അവിടെ പോയി നേരെയാക്കാൻ. ആ നാട്ടുകാരാണെങ്കിലോ ഒരിറ്റ് വെള്ളം ഇവർക്ക് കുടിക്കാൻ പോലും കൊടുക്കാതെ പിശുക്ക് കാണിച്ച നാട്ടുകാരാണ്. അപ്പോൾ സ്വാഭാവികമായി മൂസ നബി ചോദിച്ചു, ഖിദ്ർ നബിയെ, ഈ മതിൽ ആരുടേതാണ് എന്ന് ചോദിച്ചൂടെ? എന്നിട്ട് ഞാൻ നന്നാക്കി തരട്ടെ, അതിന് പകരം ഒരു ഈത്തപ്പഴമെങ്കിലും എനിക്ക് പകരം തരുമോ കൂലിയായിട്ട് എന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ ഈ മതിൽ നന്നാക്കൽ എന്ന് ചോദിച്ചതിനാണ് ഇതുവരെ നടന്നതിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇതോടുകൂടെ ഞാനും നിങ്ങളും യാത്ര പിരിയുകയാണ്. എന്തേ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആത്മീക ജ്ഞാനമുള്ള ഗൈബിയായ വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവ് നൽകിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങളോ വലിയുകളോ ആയ മഹാന്മാരെ പരിചയപ്പെടാനോ കൂടെ നടക്കാനോ അവസരമുണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള വലിയ ക്ഷമ അവരുടെ മുരീദന്മാർക്ക് വേണ്ടി വരും. കാരണം നമുക്ക് പ്രാപ്യമല്ലാത്ത ഒരു ലോകമാണ്
അവര് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. മൂസ നബി അലൈഹിസ്സലാം ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. കപ്പല് പൊളിക്കേ പറഞ്ഞു, ഞാൻ കപ്പല് പൊളിക്കാൻ കാരണം ഈ ചരിത്രമൊക്കെ പറഞ്ഞു എന്നിട്ട് പുണ്യനബി തങ്ങൾ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ലൗ സബറ, മൂസ നബി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ലഖസ്സ അലൈനാ മിൻ അംരിഹി മാ ലം യഖുസ്, ഇതുവരെ പറയാത്ത പലതും, ഇതുവരെ നമ്മൾ കേൾക്കാത്ത പലതും ഇനിയും ഖദർ നബിയിൽ നിന്ന് കേൾക്കാനും കാണാനും മൂസ നബിക്ക് അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ക്ഷമ ഉണ്ടായില്ലല്ലോ. മൂസ നബിയോട് ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും അറിയാതെ ചോദിച്ചു പോയല്ലോ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ പൊളിച്ചതിന്റെ കാരണം പറഞ്ഞെടുത്തു. അവിടെ രാജാവ് നല്ല കപ്പൽ കണ്ടാൽ അവർ ആ രാജാവ് ഇത് പിടിച്ചെടുക്കും. ഒരു പലക പൊട്ടിച്ചു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, രാജാവ് ഇത് കാണുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഈ മിസ്കീന്മാരായ ആളുകൾക്ക് അവരുടെ കപ്പല് തിരിച്ചു കിട്ടണം, അവർക്ക് അത് തിരിച്ചു കിട്ടേണ്ടത് അനിവാര്യതയാണ്. അവര് നമ്മളെ കൂലിയില്ലാതെ ടിക്കറ്റ് എടുക്കേണ്ടതില്ലാതെ നമ്മളെ കൊണ്ടുപോയവരല്ലേ, അതുകൊണ്ട് ആ പലക അവരൊന്ന് ഫിക്സ് ചെയ്തോളും, ആ കപ്പൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ഞാൻ അതിനാണത് ചെയ്തത്. കാരണം അവരെത്തിച്ചേരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയോ ആ പോർട്ടിൽ ഒരു രാജാവ് നല്ല കപ്പൽ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി വലുതായി വന്നാൽ ഒരു നാസ്തികനായി മാറുകയും അല്ലെങ്കിൽ പടച്ചവനില്ല എന്ന് പറയുകയും ആ കുഞ്ഞിന്റെ ഉമ്മയെയും ഉപ്പയെയും അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ കാരണമാവുകയും ആ ഉമ്മയും വാപ്പയും അവൻ കാരണം നരകത്തിലേക്ക് പോകാൻ ഇടയാകുമെന്ന് അള്ളാഹു എന്നെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ആ മതിൽ, അതിന്റെ താഴെ യതീമുകളുടെ സ്വത്തുണ്ടായിരുന്നു, അവരുടെ വാപ്പ കുഴിച്ചിട്ട് കൊടുത്തത്. ആ മതിൽ പൊളിഞ്ഞാൽ ആ വഴിക്ക് നടന്നു പോകുന്ന ആളുകൾ അത് കണ്ടെടുക്കും, അതവർക്ക് നഷ്ടമാകും. അത് നഷ്ടമാവാതിരിക്കാനാണ് ഞാനിത് ചെയ്തത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. മനുഷ്യനിൽ ധൃതി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വഖാനൽ ഇൻസാനു അജൂല, വല്ലാതെ ധൃതി കാണിക്കുന്നത്, മനുഷ്യൻ അക്ഷമ കാണിക്കുന്നത് നിയന്ത്രിക്കണം എന്ന് പറയുകയാണ് ഇവിടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് വലീദ് ഇബ്നു ഉഖ്ബയെ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദൗത്യവുമായി പറഞ്ഞയക്കുകയാണ്. സകാത്ത് കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ബനുൽ മുസ്തലിഖ് ഗോത്രം, അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സകാത്ത് കൊടുക്കാൻ റെഡിയാണ് നബിയെ. അങ്ങയുടെ ഒരു ദൂതനെ ഞങ്ങളിലേക്കൊന്ന് പറഞ്ഞയച്ചു തരോ, ഞങ്ങൾ സകാത്ത് കൊടുക്കാൻ റെഡിയാണ്. ഹബീബായ നബി ഞങ്ങളോട് അറിയിച്ചു. ആ സകാത്ത് സ്വീകരിക്കാൻ പുണ്യ നബി ഞങ്ങൾ പറഞ്ഞയച്ചത് വലീദ് ഇബ്നു ഉഖ്ബയെ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹായികളും ബനുൽ മുസ്തലിഖ് ഗോത്രത്തിലേക്ക് യാത്രയാകുന്നു. അവിടെ എത്തിയപ്പോ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതർ, റസൂലുള്ളാഹി തങ്ങളുടെ ദൂതനായ ഒരാൾ അവരുടെ സകാത്ത് സ്വീകരിക്കാൻ വേണ്ടി വരില്ലേ എന്ന സന്തോഷം കൊണ്ട് അവരുടെ കുന്തവും അമ്പും വില്ലും കുതിരകളൊക്കെ റെഡിയാക്കി നിർത്തി ഒരു സൈന്യം ഇറങ്ങുന്ന പോലെ ഈ സ്വഹാബികളെ സ്വീകരിക്കാൻ വേണ്ടി അവർ മുമ്പോട്ട് നടന്നു വന്നു. അതവരുടെ ഒരു ആചാരമായിരുന്നു. പക്ഷേ വലീദ് ഇബ്നു ഉഖ്ബക്ക് ഒരു സംശയം വന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ബനുൽ മുസ്തലിഖ് ഗോത്രത്തിലെ ചില ആളുകളെ കൊല ചെയ്തതിന്റെ പ്രതികാരമെടുക്കാൻ അവർ അറ്റാക്ക് ചെയ്യാൻ വരികയാണോ എന്ന് ദൂരെ നിന്ന് കണ്ടപ്പോ വലീദ് ഇബ്നു ഉഖ്ബ തങ്ങൾക്ക് തോന്നി. അദ്ദേഹവും കൂട്ടാളികളും തിരിച്ചു ഓടി നബി തങ്ങളുടെ അടുത്തേക്ക്, മദീനയിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മനഉ സകാതന, സകാത്ത് അവർ നൽകിയില്ലെന്ന് മാത്രമല്ല നബിയെ, മദീനയെ ആക്രമിക്കാൻ അവരെ സർവ ആയുധ വിഭൂഷിതരായി സൈന്യവുമായി ഇറങ്ങിയിരിക്കുന്നു നബിയെ. വർത്തദ്ദു
അവരെ ദീനിൽ നിന്ന് പുറത്തുപോയി നബിയേ, സകാത്ത് തരില്ലെന്ന് പറഞ്ഞു നബിയേ എന്ന് വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുകയാണ്. നമുക്ക് എന്ത് തോന്നുന്നു? തങ്ങൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഉടനെ ആക്ഷൻ എടുത്തോ? ചില ന്യൂസുകൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് റൂമറുകൾ കേൾക്കും, നമ്മുടെ ചെവിയിലൂടെ പലതും കേൾക്കും. ആ കേൾക്കുന്നതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്ന് വെരിഫൈ ചെയ്യാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. മനുഷ്യൻ ധൃതി പിടിക്കും, അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയാതെ അടുത്ത ആൾക്ക് ഫോർവേഡ് ചെയ്യും, അയാൾ അടുത്ത ആൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും, അയാൾ വേറൊരാളോട് പറയും. അങ്ങനെ പറഞ്ഞ് 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 കറങ്ങി തിരിഞ്ഞു വരുമ്പോ അങ്ങനെ ഇല്ലോലോ, അത് വെറുതെ കേട്ടതാണോലോ എന്ന ഒരു തോന്നലിലേക്ക് എത്തുമ്പോൾ വിരൽ കടിക്കേണ്ടി വരും. വലീദ് ഇബ്നു ഉഖ്ബ അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് തങ്ങളെ പറഞ്ഞേക്കുകയാണ് ബനുൽ മുസ്തലിഖ് ഗോത്രത്തിലേക്ക് അതിന്റെ നിജസ്ഥിതി അറിയാൻ. ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് അവര് നബി തങ്ങളുടെ അടുത്തേക്ക് ആളയച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, സകാത്ത് സ്വീകരിക്കാൻ വേണ്ടി ഒരാളെ അങ്ങ് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഇസ്തബ്ത അലൈന, ഞങ്ങളുടെ അടുത്തേക്ക് ആരും വന്നില്ലല്ലോ നബിയേ, എന്തേ ആരെയും പറഞ്ഞേക്കാതിരുന്നത്? അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലേ സകാത്ത് തരില്ല എന്ന് പറഞ്ഞത്? ഇല്ല നബിയേ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങളല്ലേ സൈന്യവുമായി ഇറങ്ങിയത്? പൊന്നാര നബിയെ, അങ്ങയുടെ അനുയായികൾ വരുമ്പോൾ സന്തോഷം കൊണ്ട് അവരെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഗോത്രത്തിന്റെ ആചാരപ്രകാരം ഞങ്ങൾ അമ്പും വില്ലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, കുതിരകളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങയുടെ അനുയായികളെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നതാ, ഒഫീഷ്യൽ റിസപ്ഷൻ ഞങ്ങൾ കൊടുത്തതാ. അങ്ങനെയാണല്ലേ? അതാ ആയത്തിറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان وأولئك هم الراشدون. സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിറങ്ങുകയാണ്. സത്യവിശ്വാസികളെ, ഫാസിഖായ ഒരാൾ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ ആക്ഷൻ എടുക്കരുതേ, ധൃതി പിടിക്കരുതേ. അതെന്താ അങ്ങനെ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത്. നിങ്ങൾ കാര്യങ്ങളുടെ നിജസ്ഥിതികൾ മനസ്സിലാക്കണം. അതങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ആരെങ്കിലും വന്ന് പറയുന്നത്, എവിടെ നിന്നെങ്കിലും കേട്ടത് നിങ്ങൾ ഏറ്റുപറയുകയോ അതിനു വേണ്ടി ആക്ഷൻ എടുക്കുകയോ ചെയ്യരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഹബീബിനായിത്തിറങ്ങുകയാണ്. മഹാനായ വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന് ആ തറവാടുമായി എന്തെങ്കിലും വൈയക്തികമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം വെച്ചുകൊണ്ട് ദീനിന്റെ രണ്ട് മുസ്ലിം സംഘടനകൾ തമ്മിൽ, സംഘടിതമായ രണ്ട് സംഘങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്ന അവസ്ഥകൾ ഉണ്ടാവില്ലേ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആരുടെയെങ്കിലും ഗോസിപ്പുകൾ നിങ്ങൾ കേട്ടുകൊണ്ട് ആക്ഷൻ എടുക്കരുത്. നിങ്ങൾ വെരിഫൈ ചെയ്യണം. വാർത്തകളുടെ നിജസ്ഥിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്ന് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കും. കാരണം വീഡിയോ മോർഫിംഗ് ചെയ്യാൻ പറ്റുന്ന കാര്യം, മനുഷ്യന്മാരുടെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് വോയിസുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ഫോട്ടോ കൊടുത്തൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. എന്തൊക്കെ ആപ്ലിക്കേഷനുകളാണ്. രണ്ടാളുടെ ഫോട്ടോ വെച്ചുകൊടുത്താൽ മതി, അവർ തമ്മിൽ ഹഗ് ചെയ്യുന്നു, അവർ തമ്മിൽ ആലിംഗനം ചെയ്യുന്നു. ഇതൊക്കെ മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലം. ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാൻ പറ്റില്ല. അത്രക്കും മാനിപ്പുലേറ്റഡ് ആണ് നമ്മുടെ ടെക്നോളജിയും നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ. അതിലൊക്കെ കാണുന്നത് സത്യം തന്നെയാണോ, ഇത് ശരിയാണോ, ഇതിന്റെ നിജസ്ഥിതി എന്താ എന്ന് മനസ്സിലാക്കാതെ, മനസ്സിലായാൽ പോലും ഏതെങ്കിലും ഒരു ആലിമിനെ, ഒരു സയ്യിദിനെ, ഒരു സാധാരണക്കാരൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ അപമാനിക്കുന്നതാണോ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളതല്ല. അത് വായിക്കാൻ പോലും പറ്റില്ല.
പക്ഷേ ആളുകൾക്ക് ഇഷ്ടം അങ്ങനെയാണ്, ആരുടെയെങ്കിലും എന്തെങ്കിലും ന്യൂനതകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന കാലമാണ്. അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങൾ അറിവില്ലാതെ ഒരു സമൂഹത്തോട് അന്യായം ചെയ്തു പോകും. അറിവില്ലാതെ നിങ്ങൾ ചില ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകും. അതൊരു പക്ഷേ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതവരോട് പോലും മാപ്പ് പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളുടെ നിജസ്ഥിതികൾ മനസ്സിലാക്കണേ. ഖുർആൻ പറയാം സൂറത്തുൽ ഹുജറാത്ത്. എന്നിട്ട് പറഞ്ഞു വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. നബി തങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിഷയങ്ങളുടെ സത്യാവസ്ഥകൾ അല്ലാഹു ഹബീബാ നബി തങ്ങൾക്ക് വഹ്യായി ഇറക്കി കൊടുക്കുകയില്ലയോ? നിങ്ങൾ ഹബീബിനെ എത്ര നേരമാണ് പുകമറയിൽ നിർത്തുന്നത്? ജിബ്രീൽ തങ്ങൾ പുണ്യ നബി തങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുക്കുന്നത് ഉറപ്പായും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് തെറ്റായ ന്യൂസുകൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാണോ? ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ സകാത്ത് കൊടുക്കാൻ തയ്യാറായവർ സകാത്ത് തരുന്നില്ല എന്ന് നിങ്ങൾ വന്ന് പറയുകയാണോ? ഖുർആൻ ഇതിനെ സംബന്ധിച്ച് ഫാസിഖുൻ എന്ന് പറഞ്ഞു. ഫാസിഖ് എന്ന് പറഞ്ഞാൽ പരസ്യമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിലങ്ങു നിൽക്കുന്ന ആളുകൾക്കാണ് ഫാസിഖ് എന്ന് പറയാ. ഒരു സ്വഹാബിയും അങ്ങനെ അല്ല. പക്ഷേ ഫാസിഖുകളായ ആളുകളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകും, അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇവിടെ ഇടപെടുന്നത്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിൽ നിലപാടുകൾ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان وأولئك هم الراشدون. അല്ലാഹു അല്ലയോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാനും അനുസരണയും അല്ലാഹുവിനോടുള്ള ഭയഭക്തിയും ഹൃദയങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. അല്ലാഹു അല്ലയോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പാപങ്ങളും അനാചാരങ്ങളും കൽബുകൾക്ക് കുഫറും ദൈവനിഷേധവും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പാക്കി മാറ്റി തന്നതും അല്ലാഹുവാണ്. അത്തരം ആളുകൾ തന്നെയാണല്ലോ ഏറ്റവും നല്ല മാർഗദർശനം സിദ്ധിച്ചവർ. അതുകൊണ്ട് നിങ്ങൾ ഈമാനിന്റെ പക്ഷത്ത് നിൽക്കണം, കുഫറിന്റെ പക്ഷത്ത് നിൽക്കരുത്. നന്മയുടെ പക്ഷത്ത് നിൽക്കണം, തിന്മയുടെ പക്ഷത്ത് നിൽക്കരുത്. നിങ്ങൾ നന്ദിയുടെ പക്ഷത്ത് നിൽക്കണം, നന്ദികേടിന്റെ പക്ഷത്ത് നിൽക്കരുത് എന്ന് വ്യക്തമായ ഉത്ബോധനം നൽകിക്കൊണ്ടുള്ള ദീർഘമായ ആയത്തുകൾ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ഹബീബാ നബി തങ്ങളെ വളരെ വേദനിപ്പിച്ച ഒരു നേരം ത്വായിഫുകാരുടെ കല്ലേറ് ഹബീബാ നബി തങ്ങളുടെ കാലിൽ ചോര ചിന്തിയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖർനു തആലിബിന്റെ ആ ഒരു പാറക്കെട്ടുകളുടെ മുകളിൽ വന്നിരുന്ന് ഹബീബാ നബി തങ്ങൾ ചെയ്ത ഒരു ദുആയുണ്ട്. യാ റബ്ബൽ മുസ്തദ്അഫീൻ, പാവപ്പെട്ടവരുടെ, കഴിവില്ലാത്തവരുടെ, അശക്തരായി പോയ ആളുകളുടെ റബ്ബായ അല്ലാഹുവേ. വല്ലാത്തൊരു വാക്കാണത്. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാറ്റിൻ്റെയും തെളിമയാർന്ന പ്രകാശത്തിന്റെ ഉറവിടമായവനെ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശത്തിന്റെ പൊലിമയിലാണ് ഈ ലോകത്തിന് തന്നെ വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് റബ്ബേ, നിന്റെ വെളിച്ചത്തെ മുൻനിർത്തി ചോദിക്കട്ടെ, അല്ലാഹുവേ, നിന്റെ ദേഷ്യം ഒരിക്കലും എനിക്ക് സംഭവിക്കരുതേ. യാ റബ്ബൽ മുസ്തദ്അഫീൻ ഇലാ മൻ തകിലുനി, ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ
ഇലാ ബഈദിൻ മല്ലക്തഹു അംരി അം ഇലാ ജബ്ബാരിൻ യതജഹമുനി.